പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ നെന്മാറ സ്ഥാനാർത്ഥി UDFൻ്റെ ഇന്നത്തെ മനോരമ പത്രത്തിൽ കണ്ടു. തങ്കപ്പേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നെന്മാറ നിയോജകമണ്ഡലത്തിൽ എൻ്റെ പേര് ശങ്കരനാരായണനാണ്. കഴിഞ്ഞ 30 വർഷമായി ഈ പാർട്ടിയിൽ പണിയെടുത്ത് നേരത്തെ കൈച്ചിഹ്നം കിട്ടാത്തതിൻ്റെ പേരിൽ കൈച്ചിഹ്നം ഇല്ലാത്ത സമയത്ത് കുപ്പൻ്റെ കുടത്തിൽ പണിയെടുത്ത് പിന്നെ പശുവും കൂട്ടിയായി ഈ 58 വയസ്സായി. അപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ പോത്തുണ്ടി എന്ന് പറഞ്ഞ സ്ഥലം 35 ലോഡിംഗ് എയർ ഉള്ള സ്ഥലത്താണ്. ഒരുപാട് ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നെല്ലിച്ചോട് ഭാഗത്ത് ബസ് ഓടിക്കുകയും അന്ന് സുധാരേട്ടൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ സോമേട്ടൻ ന്യൂസപ്പണനിലായിരിക്കുമ്പോൾ നമ്മൾ ബസ് നെല്ലിച്ചോട്ട് ഓടിച്ച് CPM അതിൻ്റെ നടു റോട്ടിൽ കൊണ്ട് കൊടികുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജില്ലാ കളക്ടർ KA ചന്ദ്രേട്ടൻ ഉൾപ്പെടെ മെനക്കെട്ട് ജില്ലാ കളക്ടറെ സമീപിച്ച് അന്ന് ഉഷ ടൈറ്റസാണ് ആ കൊടി മാറ്റുകയും നെല്ലിച്ചോട് ഭാഗത്ത് പുഷ്പാഞ്ജലി എന്ന ബസ് ഓടുകയും ഇപ്പോൾ 15 ട്രിപ്പ് 3 ബസ് ഓടുന്നുണ്ട്. അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങൾക്കും വീട്, വെള്ളം, വെളിച്ചം എല്ലാം എത്തിക്കുന്നതിന് വേണ്ട സൗകര്യം. പിന്നെ 2000-ൽ സ്ഥാനാർത്ഥിയായി കൈച്ചിഹ്നത്തിൽ നിന്ന് 70 വോട്ടിന് തോറ്റു. 310 വോട്ടുള്ള സ്ഥലത്ത് 70 വോട്ടിന് തോറ്റു. പിന്നെ രണ്ടാമത് തോറ്റതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പിന്നെ 18 വോട്ടിന് പ്രേമനെ തോൽപ്പിച്ച് ജയിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ ഏരിയ സെക്രട്ടറിയാണ് പ്രേമൻ. 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായി. ഭാര്യയും ഞാനും 3 പ്രാവശ്യം തോറ്റു. അപ്പോൾ തോൽപ്പിക്കാൻ കൂട്ടുന്നതൊക്കെ ഈ ഗ്രൂപ്പ് കളീൻ്റെ പേരിലാണ്. അതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാപ്പോഴും ജയിക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ 10 ലോഡിങ്ങാരുണ്ടായിരുന്നു, അവിടെ 35 ലോഡിങ്ങാരായി. CPM അതുപോലെ INDCയും ഇവിടെ കൂടി. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്ത് തല്ലുകൊണ്ട് ഒരു കല്ലേറൊക്കെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി പണിയെടുത്ത ആളാണ്. അപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രാദേശിക നേതാക്കന്മാരുടെ അടുത്തും പറഞ്ഞിട്ടും ഇവിടെ ഒരു ഗുണവും നമ്മുടെ പാർട്ടിക്കാർ ചെയ്തു തരുന്നില്ല. കാരണം നമ്മളെ കുടുംബത്തിൽ ഉള്ളതൊക്കെ കൃഷിയൊക്കെ വിറ്റ് 500 ആൾക്ക് കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് 500 ആൾക്ക് TV മൊബൈലൊക്കെ കൊടുക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ 2000 ആൾക്കാർക്ക് കുടിവെള്ളം കൊടുത്തു. CPM വെള്ളത്തിന് അടച്ചു വെച്ചു. 257 വോട്ടിന് ചാറ്റോട്, മാട്ടായി എന്നീ പ്രദേശങ്ങളിൽ 3-4 വാർഡുകളിൽ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് വന്നു. അവിടെ ബോർവെൽ കുത്തിയാൽ വെള്ളം വരില്ല. ആ സമയത്ത് 55 ലക്ഷത്തിൻ്റെ പൈപ്പ് ലൈൻ കൊണ്ടുവന്ന് ഇടുകയും 5 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ 2000 കുടുംബത്തിന് കുടിവെള്ളം കൊടുത്തു, പോത്തുണ്ടി ഡാമിലെ വെള്ളം. അതിനുശേഷം പിന്നെ നമ്മുടെ ഗൃഹശ്രീ പദ്ധതി പ്രകാരം വീടുകൾ 4000 ആളുകൾക്ക് കൊടുത്തു. 14 ജില്ലകളിലും വീട് കൊടുത്തു. ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയ്ക്കാണ്. അപ്പോൾ അന്ന് ഇത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി, KM മാണിയും ഉമ്മൻചാണ്ടിയും കൊണ്ടുവന്ന ഗൃഹശ്രീ പ്രൊജക്റ്റ് ഭവന നിർമ്മാണ ബോർഡ് മാറ്റി ഗൃഹശ്രീയാക്കി. ഗൃഹശ്രീയിൽ നിന്നും 4000 ആളുകൾക്ക് 2013 മുതൽ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് വീട്. അപ്പോൾ 4000 ആളുകൾക്ക് അന്ന് 200 ആൾ കൊടുത്തു. പിന്നെ നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ഒരു സൗകര്യങ്ങളൊന്നും ചെയ്തു തന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശം കൊടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരാവകാശം കൊടുത്ത് അത് വാങ്ങി ഹൈക്കോടതിയിൽ പോയി 4000 ആളുകൾക്ക് 4056 ആൾക്ക് വീട് കൊടുക്കാനുണ്ട് എന്ന് അന്ന് ഗൃഹശ്രീ പദ്ധതി ഭവന നിർമ്മാണ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒലോക്കോട് സമരം ചെയ്ത് ആളുകളെ 100 ആളെ കൊണ്ട് റോഡ് ഉപരോധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് സാങ്ഷൻ മേടിച്ച് വീടുകളെല്ലാം നൽകി. ഇപ്പോൾ എല്ലാവർക്കും പാർട്ടി നോക്കാതെ BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നിന്നുണ്ട്. അപ്പോൾ നേരത്തെ 25 കോടിൻ്റെ ഒരു പദ്ധതി വന്നു, KA ചന്ദ്രേട്ടൻ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന പദ്ധതി പരിസ്ഥിതിവാദികളും ഇവരെല്ലാം പ്രശ്നമുണ്ടാക്കി. കോടി വിജയൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ട് അനുവദിച്ച് ഉണ്ടായി. അപ്പോൾ അത് പരിസ്ഥിതിവാദികൾ റോഡിൽ അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല, DFO ഓഫീസിൽ സമരം ചെയ്ത് 100 കണക്കിന് ആൾക്കാരെ കൊണ്ട് സമരം ചെയ്തിട്ടാണ് ആ റോഡ് നടന്നത്. ഇപ്പോൾ 99 കോടിൻ്റെ ഒരു വർക്ക് ഇപ്പോൾ ഉപരോധം നടത്തുകയുണ്ടായി. എവിടെ? പുലയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് 25ഓളം ആളുകൾ പങ്കെടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരാളാണ് ശങ്കരനാരായണൻ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഇവിടുത്തെ പ്രതിസന്ധി വരുന്ന സമയത്തൊക്കെ നമ്മൾ പാർട്ടിയോട് ഫുൾ ടൈം നിന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. അവർ കൈച്ചിഹ്നം തരികയാണെങ്കിൽ തരില്ല എന്നുള്ളത് ഉറപ്പായി. ഏകദേശം ഇന്നത്തെ ധാരണയിൽ തങ്കപ്പൻ വരികയുണ്ടേ. നമ്മളിതെല്ലാം ഹൈക്കോടതി പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ TV മൊബൈലൊക്കെ കൊടുത്ത്
പിന്നെ കൊടുത്തിട്ട് ഹോട്ടൽ ജോലിക്ക് പോയി 3.5 വർഷം ഹോട്ടൽ ജോലി ആര്യാസ് എന്ന സ്ഥലത്ത് പണിയെടുത്തപ്പോൾ ഈ തങ്കപ്പേട്ടനെ ഇവിടെ DCC ഓഫീസിൽ കാണാൻ വേണ്ടി പോയപ്പോൾ എല്ലാ സൗകര്യം ചെയ്തു തരാം ശങ്കരനാരായണ എന്ന് പറഞ്ഞ